ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് സി സിവിലിയൻ റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് സി സിവിലിയൻ റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ വീഡിയോ കണ്ടു നോക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ റിക്രൂട്ട്മെൻറ്റിലേക്ക് ഓഫ്ലൈൻ വഴി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ആപ്ലിക്കേഷൻ ഫോം എന്താണ് തുടങ്ങിയ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് സി സിവിലിയൻ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈൻ വഴിയാണ്. ഓഫ്ലൈൻ വഴി 22/8/2021 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കുക. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോം ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം വേണ്ടവർ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. ഒന്നാമതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്നാണ്. അപ്പോൾ ആ ഒരു ഡാഷിൽ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്ന ആ ഒരു പോസ്റ്റിൻ്റെ നെയിം എഴുതുക. അടുത്തായിട്ട് ആ ഒരു ഡാഷിൽ നിങ്ങൾ ഏത് കമാൻഡിലെ അല്ലെങ്കിൽ യൂണിറ്റിലേക്കാണ് അപേക്ഷിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്ന യൂണിറ്റ് ഏതാണോ അല്ലെങ്കിൽ കമാൻഡ് ഏതാണോ അത് അവിടെ എഴുതുക. ഇനി അടുത്തതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്നാണ് ഒന്നാമതായിട്ട്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്ന പോസ്റ്റ് ഒന്നും കൂടി അവിടെ എഴുതുക. അടുത്ത രണ്ടാമതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ നെയിമാണ്. അപ്പോൾ നിങ്ങളുടെ നെയിം കൃത്യമായിട്ട് തന്നെ അവിടെ എഴുതുക. അതുപോലെ തന്നെ നെയിം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ മാത്രം നെയിം എഴുതുക. അതുപോലെ തന്നെ വലത്തേ സൈഡിലായിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കേണ്ടതാണ്. അതിനുശേഷം ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെൽഫ് അറ്റസ്റ്റും ചെയ്തിരിക്കേണ്ടതാണ്. ഇനി അടുത്ത മൂന്നാമതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് ഫാദേഴ്സ് നെയിമാണ്. അപ്പോൾ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം കൃത്യമായിട്ട് തന്നെ എഴുതുക. ഇനി അടുത്ത നാലാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ കൃത്യമായിട്ട് തന്നെ എഴുതുക. അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് കോപ്പിയൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അയച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്ത അഞ്ചാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഏജ് ആസ് ഓൺ ലാസ്റ്റ് ഡേറ്റ്, അതായത് ലാസ്റ്റ് ഡേറ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾ ജനിച്ചിട്ട് എത്ര വർഷം, മാസം, ദിവസം ആയി എന്നാണ്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 22/8/2021 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഈ ഒരു ഡേറ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങളുടെ ജനിച്ച വർഷവും മാസവും ദിവസവും നിങ്ങൾ കണക്കാക്കുക. ഇനി അടുത്ത ആറാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് അഡ്രസ്സാണ്. അപ്പോൾ ഇവിടെ കറസ്പോണ്ടൻ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എഴുതേണ്ടതാണ്. ഇനി അടുത്ത എട്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് കാസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ കാസ്റ്റ് ഏതാണോ അത് അവിടെ എഴുതുക. അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ഒൻപതാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതാണോ അത് അവിടെ എഴുതുക. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്നതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്ത പത്താമതായിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്വാളിഫിക്കേഷനോ ഉണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ അവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതേണ്ടതാണ്. അതിനുശേഷം 11ാമതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് കാറ്റഗറി ഫോർ വിച്ച് അപ്ലൈഡ്, അതായത് ഏത് കാറ്റഗറിയിലേക്കാണ് അപേക്ഷിക്കുന്നതെന്നാണ്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്നത് ഏത് കാറ്റഗറിയാണോ അത് അവിടെ എഴുതുക. ഇനി അടുത്ത 12ാമതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് ടെക്നിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ അത് എഴുതേണ്ടതാണ്. ഇനി അടുത്ത 13ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡൊമസൈലാണ്. അപ്പോൾ നിങ്ങളുടെ ഡൊമസൈൽ ഏതാണോ, അതായത് ഡൊമസൈൽ സ്റ്റേറ്റ് ഏതാണോ അത് അവിടെ എഴുതുക. അതുപോലെ തന്നെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്ത 14ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. എസ് എന്ന് കൊടുക്കുന്നവർ തൊട്ട് താഴെ രജിസ്ട്രേഷൻ നമ്പരും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നെയിമും കാര്യങ്ങളെല്ലാം അവിടെ എഴുതേണ്ടതാണ്. ഇനി അടുത്ത 15ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഒരു ഡിക്ലറേഷനാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക.
അതിനുശേഷം തൊട്ട് താഴെ സിഗ്നേച്ചർ ഇടാനുള്ളൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ സൈൻ ചെയ്തിരിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഈ ഒരു പേപ്പറിൽ ചെയ്തിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഇടത്തെ സൈഡിലായിട്ട് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡേറ്റും എഴുതിയിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഫോർ ഓഫീസ് റെക്കോർഡ് ഉള്ളി എന്ന് പറയുന്ന സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ അക്നോളജ്മെൻറ്റ് കാർഡ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും ഫിൽ ചെയ്ത് അയച്ചിരിക്കേണ്ടതാണ്. ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് പോസ്റ്റ് ഓഫ് എന്നാണ്, അതായത് ഏത് പോസ്റ്റാണെന്നാണ്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്ന പോസ്റ്റ് ഏതാണോ അത് ഏറ്റവും മുകളിൽ എഴുതിയിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വലത്തേ സൈഡിലായിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവിടെ ഒട്ടിച്ചിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ഒന്നാമതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ നെയിമാണ്. അപ്പോൾ നിങ്ങളുടെ നെയിം കൃത്യമായിട്ട് തന്നെ അവിടെ എഴുതുക. രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഫാദേഴ്സ് നെയിമാണ്. അപ്പോൾ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം അവിടെ എഴുതുക. അടുത്ത മൂന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് അഡ്രസ്സാണ്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് തന്നെ അവിടെ എഴുതുക. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഈ ഒരു അക്നോളജ്മെൻറ്റ് കാർഡിൽ ചെയ്തിരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സമർപ്പിക്കേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് വേണ്ടത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടത്. ഇനി അടുത്ത രണ്ടാമതായിട്ട് വേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അല്ലെങ്കിൽ ആധാറിൻ്റെ കോപ്പിയാണ്. അപ്പോൾ അതിൻ്റെയും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടത്. ഇനി അടുത്ത മൂന്നാമതായിട്ട് വേണ്ടത് ഡൊമസൈൽ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റാണ്. അതിൻ്റെയും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ് ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടത്. ഇനി അടുത്ത നാലാമതായിട്ട് വേണ്ടത് കാസ്റ്റ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റാണ്. അതിൻ്റെയും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് പകരം നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അയക്കേണ്ടത്. ഇനി അടുത്ത അഞ്ചാമതായിട്ട് വേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. നിങ്ങൾ ആപ്ലിക്കേഷനിൽ ഒട്ടിക്കുന്ന ആ ഒരു സെയിം ഫോട്ടോയുടെ 2 കോപ്പി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് സെൽഫ് എൻവലപ്പ് കവറാണ്. ഈ ഒരു എൻവലപ്പ് കവറിൽ 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അയക്കുന്ന എൻവലപ്പ് കവറിൻ്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, അതിനുശേഷം നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കുന്ന ആ ഒരു പോസ്റ്റിൻ്റെ നെയിമും അതിനുശേഷം ആൻഡ് കാറ്റഗറി എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ ഏത് കാറ്റഗറിയാണോ ആ ഒരു കാറ്റഗറിയും കൃത്യമായിട്ട് തന്നെ എഴുതിയിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അയക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഓർഡിനറി പോസ്റ്റ് വഴി മാത്രം അപേക്ഷിക്കുക. രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റൊക്കെ വഴി അപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിജക്റ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെയാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് C സിവിലിയൻ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.